ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ് കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, ചെറിയുള്ളി എന്നിവ നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളി വേണം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടിയും വേണം കേട്ടോ. ഇനി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് പുളിവെള്ളം തയ്യാറാക്കാം. പിന്നെ നമുക്ക് ഉപ്പ് വേണം, പിന്നെ മല്ലിയില വേണം. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കടുക്, കറിവേപ്പില, ഉണക്കമുളക്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കറിവേപ്പിലയും ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട ശേഷം നമ്മൾ പൊടികളുണ്ടല്ലോ ആ എല്ലാ പൊടികളും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. രസം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തിളച്ച രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നമ്മുടെ രസം റെഡിയായി. നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടുകറിയാണ്. അതിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ കുതിർത്ത കടലപ്പരിപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം കടലപ്പരിപ്പ് വേവാൻ വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മുറിച്ചു വെച്ച ചേന, പച്ചക്കായ, അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേവിച്ച കടലപ്പരിപ്പിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കായയും ചേനയും കൂടെ ആഡ് ചെയ്ത് ഇനി അരപ്പ് തയ്യാറാക്കണം. അരപ്പിലേക്ക് 1/2 കപ്പ് തേങ്ങ, ചെറിയ ജീരകം 1/4 ടീസ്പൂണും ചേർത്ത് അരച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർക്കാം. ശർക്കരയുടെ ചെറിയ മധുരം കൂട്ടുകറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ വറുത്തിടണം. അതിനുവേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിരകി വെച്ച 1/2 കപ്പ് തേങ്ങയും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ല ക്രിസ്പിയും ബ്രൗൺ കളറും ആവണം. എന്നിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനം നമുക്ക് വറവിടാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉണക്കമുളകും ചേർത്ത് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വറവിടാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടപ്പായസമാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. അതിനായി ഞാൻ 100 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടി കട്ടിയുള്ള പാത്രം വെക്കാം. നമുക്കൊരു കപ്പ് പഞ്ചസാര വേണം. അതിൽ 1/4 ഭാഗത്തോളം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. അത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ആക്കിയിട്ട് എടുക്കാം. നമുക്കിവിടെ കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി 100 ഗ്രാം അടക്കി 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. നമുക്ക് മെൽറ്റാക്കിയതിന് ശേഷം ബാക്കി പാല് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ടുള്ള അട ഞാൻ നന്നായി കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കശുവണ്ടി വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ചേർക്കാം. ഇനി ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത കശുവണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി കുറുകിയ പായസത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും നെയ്യും ആഡ് ചെയ്ത് 1 സ്പൂണ് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും കൂടെ വറുത്തിടാം കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വറുത്തിടാഞ്ഞത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണേ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ വേവിച്ചെടുക്കാം. ഇച്ചിരി ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മത്തൻ ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായി ഇളക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മത്തൻ അവിടെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾ, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായി. നമ്മുടെ വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച മത്തനിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കിയ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അതും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് വറവിലേക്ക് അവസാനമായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ വേണം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത് വെച്ച തേങ്ങയിലേക്ക് നമ്മുടെ വൻപയറും മത്തനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ക്യാബേജ് ക്യാരറ്റ് തോരനാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. അതിന് നമുക്ക് ക്യാബേജ് വേണം, അതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ക്യാരറ്റ് വേണം, ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, മുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, ചിരണ്ടിയ തേങ്ങ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊണ്ടമുളകാണ് കേട്ടോ. കൊണ്ടമുളകിന് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. നമുക്ക് ക്യാബേജും ക്യാരറ്റും ബാക്കി നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം കടലപ്പരിപ്പും ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സദ്യ സ്പെഷ്യൽ മധുരക്കറി ഉണ്ടാക്കിയാലോ. ഇതിന് നമ്മൾ മധുര പച്ചടി എന്നും പറയും കേട്ടോ. അതിനാദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ വേണം. ഞാനൊരു 1/4 ഭാഗം പൈനാപ്പിൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. ബാക്കി 1/4 ഭാഗം കുറച്ച് വലിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമ്മൾ നല്ല കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം പൈനാപ്പിൾ പേസ്റ്റും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ശർക്കര പൊടിയും ചേർത്ത് കൊടുക്കാം. ശർക്കര പീസും ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് തേങ്ങ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ച് വെച്ച മിക്സ് ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അതൊന്ന് നന്നായി വെന്ത് ആ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ പോവട്ടെ. ഇനി നമുക്ക് തൈരാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് അതിൻ്റെ ഒരു കട്ടകളൊക്കെ പോക്കി മാറ്റിയെടുത്തതിന് ശേഷം അതുകൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഒന്നെങ്കിൽ തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഓഫാക്കാം. കാരണം മൺചട്ടി ആകുമ്പോൾ ആ ചൂട് നന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് വറവിടാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആ താളിപ്പ് നമുക്ക് നമ്മുടെ മധുരക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മുന്തിരി കാണാനും ഭംഗിയാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നാളെ കാണാം. ബൈ.